ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൽ അതിന്റെ ഫസ്റ്റ് കുറച്ച് ടോപ്പിക്സ് എന്താണ്, അവിടെ വേവ്സിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് വൺ ഡയമെൻഷണൽ വേവ് ഇക്വേഷൻ, ദെൻ വേവ്സിനെ കുറിച്ച് പ്രോപ്പർട്ടീസ്, എന്താണ് ലോഞ്ചുൽ വേവ്സ്, എന്താണ് ട്രാൻസ്വേഴ്സ് വേവ്, ദെൻ പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ഇക്വേഷൻ, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഫസ്റ്റ് നമുക്ക് ഈ ഒരു ടോപ്പിക്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ S1 ഓസിലേഷൻസ് വേവ്സ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് ക്ലാസ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, കണ്ടു നോക്കുക. കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. ഓക്കെ, അതിൽ ലോഞ്ച് വേവ്സ്, ട്രാൻസ്വേഴ്സ് വേവ് അവിടെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലോഞ്ച് വേവ്, ട്രാൻസ്വേഴ്സ് വേവ് അറിയാം. ലോഞ്ച് വേവ് എന്ന് വെച്ചാൽ വൈബ്രേഷൻ ഓഫ് പാർട്ടിക്കിൾ എന്തായിരിക്കും, പ്രൊപ്പഗേഷൻ ഓഫ് വേവിന്റെ ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്ന പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സൗണ്ട് വേവ്സ് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷൻ, ഇപ്പോൾ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ ഇത് ഇങ്ങനെ ആയിരിക്കും വൈബ്രേറ്റ് ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷനിൽ. ദെൻ ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ അപ്പ് ഡൗൺ മോഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വൈബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് വെച്ചാൽ എന്താണ്, അത് ട്രാൻസ്വേഴ്സ് വേവ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ചാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ സ്റ്റഡി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് ട്രാൻസ്വേഴ്സ് വേവിനെ കുറിച്ച് നോക്കാം. ഇവിടെ നമുക്ക് ഒരു സ്ട്രിങ്ങിൽ കൂടി ട്രാൻസ്വേഴ്സ് ചെയ്ത് പോകുന്ന വേവ്സിന്റെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് സ്ട്രിങ്ങിൽ കൂടി ട്രാൻസ്വേഴ്സ് ചെയ്ത് പോകുന്ന വേവ്സ് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുകയാണ്, അതിനെ ഒന്ന് ഒരു സ്ട്രിങ് ഇങ്ങനെ വലിച്ച് കെട്ടിയിട്ടുണ്ട്. സ്ട്രിങ് ഇങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ആ സ്ട്രിങ് നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ഇങ്ങനെ ഈ ഒരു ഡയറക്ഷനിൽ എന്ത് ചെയ്യുകയാണ്, ഈ ഒരു ഡയറക്ഷനിൽ ഒന്ന് ഷേക്ക് ചെയ്ത് വിടുകയാണ്, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ആയിരിക്കും നമുക്ക് അവിടെ ഒരു വൈബ്രേഷൻസ് കിട്ടുന്നത്. നമുക്ക് വേവ്സ് ഇങ്ങനെ പോണ കാണാൻ പറ്റും, ഒരു സ്ട്രിങ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അതിന്റെ ഇക്വേഷൻ ആണ് ദാറ്റ് ഈസ് ദ വെർട്ടിക്കൽ പോളറൈസേഷൻ. ഈ ഒരു ഇതിനെ പറഞ്ഞ പേരാണ് എന്ത്, വെർട്ടിക്കൽ പോളറൈസേഷൻ എന്ന് പറയും. അപ്പോൾ വെർട്ടിക്കൽ പോളറൈസേഷന്റെ കോംപ്ലക്സ് ഇക്വേഷൻ ആണ് കിടക്കുന്നത്. ദാറ്റ് ഈസ് എഫ് വി ഓഫ് ഇസഡ് കോമ ടി ഈസ് ഈക്വൽ ടു a e raised to I k z minus omega t. ഇത് വെക്ടർ ഇക്വേഷൻ, വെക്ടർ അല്ല സോറി, കോംപ്ലക്സ് ഇക്വേഷൻ ആണ്. അതായത് സൈൻ ഒമേഗ ടി പ്ലസ് കോസ് ഒമേഗ ടി ആ ഒരു ഫോമിലാണ് ഇത് കിടക്കുന്നത്. അതിന് പകരം നമ്മൾ ഇ റൈസ് ടു ഐ കെ ഇസഡ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതുന്നുണ്ട്. ഓക്കെ, അത് സിംപ്ലിഫിക്കേഷൻ ആയിട്ട് വേണ്ടിയിട്ട് നമ്മൾ എഴുതാൻ എളുപ്പത്തിന് എന്ത് കോംപ്ലക്സ് ഫോമിലോട്ട് മാറ്റും. കാരണം അതാവുമ്പോൾ നമുക്ക് ഡെറിവേറ്റീവ് ഒക്കെ എടുക്കാൻ എളുപ്പമായിരിക്കും. ഇ റൈസ് ടു എക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ അതാണ് ഈ ഒരു ഇക്വേഷൻ പറയുന്നത്. ഇവിടെ നോക്കുക, ഇപ്പൊ ഇത് എന്താണ്, എക്സ് ആണ് ഇതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അത് എക്സ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്തത്, ഇപ്പൊ ഇതാണ് എക്സ് ഡയറക്ഷൻ, ഇവിടെ കാണിക്കുന്നതിൽ ഇതാണ് എക്സ് ഡയറക്ഷൻ, ഇതാണ് വൈ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ എക്സിന്റെ ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, വൈബ്രേഷൻസ് എക്സിക്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇത് നമ്മളിപ്പോ ഈ ഒരു സ്ട്രിങ്ങിന് എടുത്തതിന് ശേഷം അതിന് ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അപ്പ് ഡൗൺ ആയിട്ട് ഷേക്ക് ചെയ്യുന്നത്, ലെഫ്റ്റ് റൈറ്റിലോട്ട് എന്ത് ചെയ്യണം, നമ്മളവിടെ ഷേക്ക് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുന്ന ടൈമിൽ എന്ത് ചെയ്യാം, അങ്ങനെ വരുന്ന ടൈമിൽ ഓക്കെ, അപ്പൊ ലെഫ്റ്റ് റൈറ്റ് ആയി ഷേക്ക് ചെയ്തിരുന്നാൽ ഈ ഒരു ഡയറക്ഷനിലായിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ ഹോറിസോണ്ടൽ ഡയറക്ഷനിൽ എന്തിട്ട് അവിടെ പോളറൈസേഷൻ കിട്ടുക, ഈ ഒരു ഡയറക്ഷനിൽ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരു ലെഫ്റ്റ് റൈറ്റ് രീതിയിൽ എന്ത് ചെയ്യാൻ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കും. അപ്പോൾ ആ ടൈമിൽ കിട്ടുന്നതാണ് ഹൊറിസോണ്ടൽ പോളറൈസേഷൻ. അപ്പോൾ ഹൊറിസോണ്ടൽ പോളറൈസേഷൻ എഫ് എച്ച് ഇസഡ് കോമ ടി ഈസ് ഈക്വൽ ടു എ ഇ റൈസ് ടു ഐ കെ ഇസഡ് മൈനസ് ഒമേഗ ടി ഇൻറ്റു ഒയ് ക്യാപ്പ് എന്നുണ്ട്. അതിൽ ഇത് ഇവിടെ നോക്കുക, എഫ് വി അതായത് വെർട്ടിക്കൽ പോളറൈസേഷൻ ആണ് ഈ കാണിക്കുന്നത്. ഇവിടെ ഇസഡ് കോമ ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വേവിന്റെ പ്രൊപ്പഗേഷൻ ഏത് ഡയറക്ഷനിലാണ്. കാരണം ഇവിടെ ഇപ്പോൾ വൈബ്രേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്ന എക്സ് ഡയറക്ഷനിലാണെങ്കിലും വേവിന്റെ പ്രൊപ്പഗേഷൻ ഏത് ഡയറക്ഷനാണ്, അത് ഇസഡ് ഡയറക്ഷനാണ്. അതാണ് ഈ ഒരു ഫംഗ്ഷൻ കാണിക്കുന്നത്, ഇസഡ് കോമ ടി വിത്ത് റെസ്പെക്ട് ടു ടൈം, അത് ഇസഡ് ആക്സിൽ എന്ത് ചെയ്യാണ്, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, അതാണ് ഈ ഒരു വേവിന്റെ മീനിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇക്വേഷന്റെ മീനിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇവിടെ എഫ് എച്ച് ഇസഡ് കോമ ടി എന്ന് പറയുന്നത് ഇതെന്താണ്, ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ട് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്തുള്ളതാണ്. അപ്പോൾ ആ ടൈമിൽ വേവിന്റെ പ്രൊപ്പഗേഷൻ ഏത് ഡയറക്ഷനിലാണ്, അത് ഇസഡ് കോമ ടി അല്ലെങ്കിൽ ഇസഡ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. പക്ഷെ അതിന്റെ വൈബ്രേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് ഈ ഒരു ഇക്വേഷൻ മാത്രം തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിന്റെ ഒരു മീനിങ് എടുക്കാൻ പഠിച്ചിരിക്കുന്നത്. കാരണം അത് ഇസഡ് ഡയറക്ഷനിലോട്ട് പോകുന്ന വേവിന്റെ ഇക്വേഷൻ ആണ്. എ ഇ റൈസ് ടു ഐ കെ ഇസഡ് അല്ലെങ്കിൽ എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ് ആ ഒരു ഇക്വേഷൻ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, അത് വേവ് ഇക്വേഷൻ ആണ്. അപ്പോൾ അതുപോലെ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ എന്ത് ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യുക. അതായത് അതിന്റെ വേവിന്റെ പ്രൊപ്പഗേഷൻ ഡയറക്ഷൻ ആണ് ഇസഡ് എന്ന് പറയുന്നത്. ഇവിടെ കെ ഇസഡ് ഉണ്ട്, ഈ ഒരു ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് ടി ടൈമിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് ഏത് ഡയറക്ഷനിലാണ് വൈബ്രേഷൻ ഉള്ളത്, അത് എക്സ് ഡയറക്ഷനാണ്. ഓക്കെ, അപ്പൊ ഇതാണ് ആ ഒരു കേസിൽ നമുക്ക് രണ്ട് വേവ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഇതില് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ഇ എം വേവ്സ്, അത് നമ്മുടെ ലൈറ്റ് എനർജിയൊക്കെ എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത്. അതിന് ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡും ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ട്. അപ്പൊ അവർ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത് എങ്ങനെയായിരിക്കും, ഈ ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് അലോങ് ദ അപ്പ് ഡയറക്ഷൻ, ഈ ഒരു ഡയറക്ഷൻ ഇലക്ട്രിക് ഫീൽഡ് അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ, ഒന്നുകിൽ ഇത് ഇലക്ട്രിക് ഫീൽഡ് ആവാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ വരയ്ക്കും രണ്ടാമത് ഞാൻ വരയ്ക്കും ഈ ഒരു ലൈൻ എന്തായിരിക്കും അതിന്റെ ഇലക്ട്രിക് ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ റെഡ് കളർ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ ഗ്രീൻ കളർ എന്തായിരിക്കും, ഇലക്ട്രിക് ഫീൽഡ് ആയിരിക്കും. അവരിങ്ങനെ മാറി മാറിയാണ് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പൊ പരസ്പരം എന്ത് ചെയ്യും, ആ ഇലക്ട്രിക് ഫീൽഡ് ഡിസ്ചാർജ് ആവും, മാഗ്നറ്റിക് ഫീൽഡ് ആവും, മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് ആയി മാറും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ടാണ് ഇവിടെ വാക്യൂത്തിൽ കൂടി എന്ത് ചെയ്യാൻ പറ്റുന്നത്,
ഇവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ ലൈറ്റ് എനർജി ഇതെല്ലാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഇനി ഇതിൽ നമുക്ക് പാക്കറ്റിന്റെ കേസിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ് എന്ത് ചെയ്യുന്നത് ആദ്യം സ്റ്റഡി ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ മാറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇതിന് നമ്മൾ മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ നോക്കുക, ദ വേവ് ഇക്വേഷൻ ഫോർ ഇ ആൻഡ് ബി നമ്മൾ നോക്കുന്ന ഇലക്ട്രിക് ഫീൽഡിനെയും മാഗ്നറ്റിക് ഫീൽഡിനെയും വേവ് ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കിടക്കുന്ന സാധാരണ രീതിയിൽ നമുക്ക് എന്താണ് ജസ്റ്റ് ഒരു ഇക്വേഷൻസ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ അതൊരു വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ വേവ് ആയിട്ട് പോകുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ അറിയാൻ പറ്റില്ല. ജസ്റ്റ് നമുക്കിപ്പോൾ കിടക്കുന്ന ഈ ഒരു ഇക്വേഷൻ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ന് വെച്ചാൽ 4 ഇക്വേഷൻസ്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഡെൽ ഡോട്ട് ഇയുടെ വാല്യൂ 0 ആവാം, വേരി മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ ഒരു 4 മാക്സ്വെൽസ് ഇക്വേഷനിൽ പറയുന്നുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ഒരു വേവ് ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യേണ്ടി വരും, റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് വേവ് ഇക്വേഷനിൽ കൊണ്ടുവരാൻ പറ്റുന്നത് എന്ന് നോക്കാൻ പോകും. അപ്പോൾ 4 മാക്സ്വെൽസ് ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മാക്സ്വെൽസ് ഇക്വേഷൻ എഴുതുന്ന സമയത്ത് ഇത് 4 ഇങ്ങനെ തന്നെ പഠിച്ചു വെച്ചിരിക്കാം. ഓക്കെ, 1 2 3 4 എന്ന രീതിയിൽ ഇങ്ങനെ പഠിച്ചു വെക്കുക. അതായത് ഓരോ പ്രാവശ്യം ഡെൽ ഡോട്ട് ഇ ഒന്നാമത് അങ്ങനെ മാറ്റി എഴുതും. കാരണം ഇതിന് നമ്മൾ പലപ്പോഴും ഡെറിവേഷൻ ഒക്കെ പറഞ്ഞു വരുമ്പോൾ ബൈ ദ ഫസ്റ്റ് മാക്സ്വെൽസ് ഇക്വേഷൻ, ബൈ ദ തേർഡ് മാക്സ്വെൽസ് ഇക്വേഷൻ ഇങ്ങനെയാണ് പഠിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ അത് മൂന്നും ആ ഒരു ഓർഡറിലല്ലേ പഠിക്കുന്നത്, മാറ്റിയും മറിച്ചും പഠിക്കരുത്. ന്യൂട്ടൺ റിയാക്ഷൻ ലോ നമ്മൾ ഫസ്റ്റ് ലോ അങ്ങനെ പഠിക്കരുത്. അപ്പോൾ അതുപോലെ തന്നെ മാക്സ്വെൽസ് ഇക്വേഷൻ നോക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കറക്റ്റ് ആയിട്ട് ഈ നമ്പറിംഗ് നോക്കി തന്നെ പഠിച്ചു പോകുക. ഫസ്റ്റ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു 0, സെക്കൻഡ് ഇക്വേഷൻ ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഇതിപ്പോൾ കിടക്കുന്ന ഡിഫറൻഷ്യൽ ഫോം ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. അപ്പോൾ ഇവിടെ ഈ ഒരു മാക്സ്വെൽസ് ഇക്വേഷനകത്ത് ഇതിപ്പോ നമുക്ക് നോക്കുമ്പോൾ ഡെൽ ഡോട്ട് എന്ന് കിടക്കുന്നത്. അപ്പോൾ ഡെൽ ഡോട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്താണ്, അത് ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഡോ ഇ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ഇ ബൈ ഡോ ഇ പ്ലസ് ഡോ ഇ ബൈ ഡോ ഇസഡ് ഇങ്ങനെ പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ അകത്തുള്ളത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് ഡെൽ ഡോട്ട് ഇ. ഡെൽ എടുക്കാണെങ്കിൽ ഡെൽ ക്രോസ് ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇതെന്ന് വെച്ചാൽ കേൾ ആണ്. കേൾ എടുക്കുമ്പോൾ നമുക്ക് ആ ഒരു മെട്രിക്സ് ഒക്കെ വരച്ചിട്ടാണ് നമ്മൾ കേൾ സോൾവ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തുണ്ട്, ദേ കോൺസ്റ്റിറ്റ്യൂട്ട് സെറ്റ് ഓഫ് കപ്പിൾഡ് ഫസ്റ്റ് ഓർഡർ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫോർ ഇ ആൻഡ് ബി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു, ഇതിന്റെ തേർഡ് ഇക്വേഷനിൽ ഫോർത്ത് ഇക്വേഷന്റെ കേൾ എടുക്കാൻ പോകുന്നു. അപ്പോൾ കേൾ എടുക്കുക വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഇക്വേഷൻ ഫോർത്ത് ഇക്വേഷൻ ഓൾറെഡി കേൾ ഫംഗ്ഷൻ ആണ്. അപ്പോൾ കേൾ ഓഫ് എ കേൾ ഫംഗ്ഷൻ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്, എടുക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ അത് നമുക്ക് വെക്ടറിലെ റിലേഷൻ ഉണ്ട്, ദാറ്റ് ഇസ് കേൾ ഓഫ് കേൾ ഇ, ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്നായിരിക്കും അതിന്റെ എക്സ്പാൻഷൻ. അതായത് നമുക്കിപ്പോൾ ഒരു അത് വെക്ടറിൽ വരുന്നതാണ്, ദാറ്റ് ഇസ് ഡെൽ ക്രോസ് എ. ഇതൊരു എ എന്നൊരു വെക്ടർ ആണ്. അത് എന്ത് കിട്ടും, ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് എ മൈനസ് ഡെൽ സ്ക്വയർ എ. ഓക്കെ, ഇതുപോലെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇത് എക്സ്പാൻഷൻ ആണ്. നമ്മളിപ്പോൾ സൈൻ തീറ്റയൊക്കെ വെച്ച് എക്സ്പാൻഡ് ചെയ്യും പോലെ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് പോലെ ഡെല്ലിന്റെ എക്സ്പാൻഷൻ ഫോം ആണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഡെൽ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ഇ മൈനസ് ഡെൽ സ്ക്വയർ ഇ എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് ഈ ഒരു വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം, ഡെൽ ക്രോസ് ഡോ ബി ബൈ ഡോ ടി. കാരണം എന്താണ്, ഇവിടെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ, ഇവിടെ ഒരു ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്ന വരും, ക്രോസ് പ്രോഡക്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ എന്ത് എഴുതുന്നതായിരിക്കും അവിടെ ഡെൽ ക്രോസ് ബി എടുക്കുന്നത്. അപ്പോൾ ഡെൽ ക്രോസ് ബി ഇവിടെ ഞാൻ കൊടുത്തു. ഇനി എന്ത് ചെയ്യാൻ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമ്മൾ ഇപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇവിടെ എന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇക്വേഷൻ അതുപോലെ നിർത്തുവാണ്. ഈ ഒരു ഇക്വേഷൻ പ്രത്യേകിച്ച് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അവിടെ നിർത്തിയതിനു ശേഷം ഈ ഒരു ഇക്വേഷനിലോട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഞാൻ ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. ബിക്ക് എനിക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡെൽ ക്രോസിന് ഈ ഡെലിനെ എന്ത് ചെയ്തു, ഈ ഒരു ഡിഫറൻഷ്യലിന് അകത്തോട്ട് എടുക്കുവാണ്. കണ്ടോ, ഈ ഡെലിനെ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തു, ഡിഫറൻഷ്യലിന് അകത്തോട്ട് കൊണ്ടുവന്നു, ഇതിനെ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ ഇങ്ങനെ ഇതിനെ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പൊ നമുക്ക് ഡെൽ ക്രോസ് ബി എന്ന് കിട്ടി. അപ്പോൾ ഡെൽ ക്രോസ് ബിക്ക് നമുക്കൊരു വാല്യൂ ഉണ്ട്. ഡെൽ ക്രോസ് ബി എന്ന് പറയുന്നത് എന്താണ്, മ്യൂ 0 എപ്സിലോൺ 0 ഡോ ഇ ബൈ ഡോ ടി ആണ്. അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ അകത്തോട്ട് ഞാൻ മാഗ്നറ്റിക് ഫീൽഡിന്റെ ടേംസ് കൂടി എന്ത് ചെയ്യാൻ പോകുന്നു, ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നു. കാരണം എനിക്ക് അവിടെ എന്ത് വേണം, അവിടെ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊപ്പഗേഷൻ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് മാറി മാറിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവിടെ കൊണ്ടുവരികയും ചെയ്യണം. പിന്നെ അതിന്റെ നോർമൽ കമ്പോണന്റ് ആ ഒരു പെർപെൻഡിക്കുലർ കമ്പോണന്റ് ആണ് അവിടെ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ കാണിക്കേണ്ടി വരും. അപ്പൊ അതിനായിട്ട് എന്ത് ചെയ്യുവാണ്, ഇവിടെ ഈ ഒരു ഡെൽ ക്രോസ് ബി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഇസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, ഇവിടെ കിടക്കുന്ന ഡെൽ ക്രോസ് ബിയുടെ ഡോ ബൈ ഡോ ടി. ഇവിടെ ആൾറെഡി ഒരു ഡോ ഇ ബൈ ഡോ ടി ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാൻ പറ്റില്ല, കാരണം ഇത്രയും കോൺസ്റ്റന്റ് ടേം ആണ്. അപ്പൊ ആകെ ഇവിടെ വേരിയും ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രിക് ഫീൽഡ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഇതിനകത്ത് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതെന്ത് ചെയ്യും, ഇവിടെ ഒരു ഡെൽ സ്ക്വയർ ഈ ഒരു ഡെൽ ഡോ ഇ ബൈ ഡോ ടി എന്ന് പറയുന്നത് ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ആയിട്ട് മാറും. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ്. ഓക്കെ, അത്ര മാത്രമേ വേരിയേഷൻ വരുള്ളൂ. കാരണം ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ടേം ആയതുകൊണ്ട് നമുക്ക് ഡെറിവേറ്റീവ് മാത്രം സെക്കൻഡ് ഡെറിവേറ്റീവ് ആയിട്ട് മാറും. അതായത് ഈ ഒരു ഡോ ബൈ ഡോ ടി ഇതിനകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു, ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ
അടുത്ത് ഇതിപ്പോ ഫസ്റ്റ് തേർഡ് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്താണ് ഈ എഴുതിയത്. തേർഡ് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്തു. ഈ ഒരു ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് അവിടെ എന്ത് കിട്ടി? ദാറ്റ് ഇസ് മൈനസ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ കിട്ടി. ഇനി അടുത്ത് ഞാൻ ഫോർത്ത് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫോർത്ത് ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിന്റെ കേൾ കിടപ്പുണ്ട്. അപ്പോൾ കേൾ ഓഫ് കേൾ എടുക്കുക. അപ്പോൾ അതും എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ ഒരു എക്സ്പാൻഷൻ കിട്ടും. അവിടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ഇവിടെ നേരത്തെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ തന്നെ ഇവിടെ എന്ത് കിട്ടാം? ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് ഡെൽ ക്രോസ് ബി is equal to ഡെൽ ഇൻറ്റു ഡെൽ ഡോട്ട് ബി മൈനസ് ഡെൽ സ്ക്വയർ ബി എന്ന് കിട്ടും. ഇവിടെ എൽ എച്ച് എസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു എൽ എച്ച് എസ് എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ ഇവിടെ നമ്മൾ ഡെൽ ഓപ്പറേറ്റർ എടുക്കുവാണ്. അപ്പോൾ ഡെൽ ഓപ്പറേറ്റർ എടുക്കുന്ന സമയത്ത് ഡെൽ ഓഫ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ ഇ ബൈ ഡോ ടി കിട്ടും. അവിടെ എന്ത് ചെയ്യുക? വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഡെല്ലിന് എന്ത് ചെയ്യുക? അകത്തോട്ട് കൊടുക്കുക. ഓക്കെ, ഡിഫറൻഷ്യൽ അകത്തോട്ട്. അപ്പോൾ ഡിഫറൻഷ്യൽ അകത്തോട്ട് കൊടുത്താൽ വേറെ വേരിയേഷൻ ഒന്നും ഉണ്ടാവില്ല. കാരണം രണ്ടും ഡിഫറൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് ആണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ എന്തെങ്കിലും ഓപ്പറേറ്റർ കൊണ്ടുവന്ന് ചെയ്ത് കഴിഞ്ഞാലാണ് അവിടെ വേരിയേഷൻസ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് കയറ്റുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും എന്ത് ചെയ്യണ്ട, മാറ്റം വരുത്തണ്ട. കാരണം മൾട്ടിപ്ലിക്കേഷനിൽ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ കിടക്കുന്നത്. അത് അകത്ത് കൊടുത്താലും പുറത്തിട്ടുന്നാലും എന്തായിരിക്കും? സെയിം എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുവാണ്? അതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്കത് ഡെൽ ക്രോസ് ഇ ആയിട്ട് മാറും. അപ്പോൾ ഡെൽ ക്രോസ് ഇ എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമുക്ക് മൈനസ് ഡോ ബി ബൈ ഡോ ടി ആണ്. അപ്പോൾ നമ്മൾ ഒന്നെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ റിവേഴ്സ് അല്ലെങ്കിൽ അതിന്റെ വൈസ് വേഴ്സ ഫോമാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കൺവേർട്ട് ചെയ്തു. ഇതിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കി മാറ്റി? ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ഇ എന്ന് കിട്ടി. ഡെൽ ക്രോസ് ഇക്ക് പകരം അവിടെ നമുക്ക് ഡെൽ ക്രോസ് ഇക്ക് എന്തുണ്ട്? ഡോ ബി ബൈ ഡോ ടി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡോ ബി ബൈ ഡോ ടി ഉണ്ട്. സോറി, ഡോ ബൈ ഡോ ടി ഉണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കിവിടെ ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ എന്നുണ്ട്. ഒരു മ്യൂ സീറോ എപ്സിലോൺ സീറോ പുറത്ത് കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മൾ ആ രണ്ട് ഇക്വേഷൻസിനെ മാറ്റിയ സമയത്ത് നമുക്ക് കിട്ടിയ റിസൾട്ട് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇതിന്റെ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വാക്യൂമിന്റെ കേസാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ വാക്യൂമിന്റെ കേസിൽ നമുക്ക് ഈ ഒരു ഗോസസ് ലോ എന്തായിട്ട് മാറും? റോ ബൈ എപ്സിലോൺ സീറോ ആണ് ഗോസസ് ലോ. അവിടെ നമുക്ക് ചാർജ് ഡെൻസിറ്റി ഉണ്ടാകത്തില്ല. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എന്തായിരിക്കും? റോയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് സീറോ ആയിട്ട് പോകും. അങ്ങനെ ഡെൽ ക്രോസ് ഇ നമുക്ക് എന്ത് കിട്ടും? സീറോ ആയിരിക്കും വരുന്നത്. ഓക്കെ, ഡെൽ ക്രോസ് ഇ സീറോ എന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഡെൽ ഡോട്ട് ക്രോസ് ഇ അല്ല, ഡെൽ ഡോട്ട് ഇ. ഡെൽ ഡോട്ട് ഇ is equal to സീറോ എന്ന് കിട്ടി. ആൻഡ് ഡെൽ ഡോട്ട് ബി is equal to എന്ത് കിട്ടും? സീറോ എന്ന് കിട്ടും. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഈ ഒരു ഇക്വേഷൻ തന്നെ ശരിക്കും റിസൾട്ട് കൊണ്ട് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ കിടക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇത് ഇവിടെ വന്നതിൽ നമ്മൾ ഇവിടെ ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്കിവിടെ കണ്ടോ, ഇവിടെ നമുക്ക് എന്തുണ്ട്? നമ്മൾ ഇതിന്റെ എൽ എച്ച് എസിന് ഇക്വേറ്റ് ചെയ്താണ്, ഈ ഒരു ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്താണ് ഇതിന്റെ റിസൾട്ട് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അതായത് ഇത്ര ഇക്വേഷനെ ഇക്വേറ്റ് ചെയ്താണ് എന്ത് ചെയ്തത്? നമ്മൾ ഈ ഒരു റിസൾട്ട് കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. നമ്മൾ ഇവിടെ സിംപ്ലിഫിക്കേഷൻ ഒന്നും ചെയ്തില്ല. ഓക്കെ, ഇവിടെ സിംപ്ലിഫിക്കേഷൻ ചെയ്തില്ല. അവിടുത്തെ സിംപ്ലിഫിക്കേഷൻ വേണ്ടിയാണ് എന്ത് ചെയ്തത്? ഇവിടെ ഒരു ഡെൽ ഡോട്ട് ബി ഉണ്ട്. ഇപ്പോൾ ഡെൽ ഡോട്ട് ബി നമ്മൾ സീറോ എന്ന് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ ഡെൽ ഡോട്ട് ഇ ഉണ്ട്. അതും നമ്മുടെ ഇക്വേഷൻ പ്രകാരം അതെന്താണ്? സീറോ ആണ്. അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എടുത്ത ഈ 35 ഇക്വേഷൻ 34th ഇക്വേഷൻ എന്തായിട്ട് മാറും? അതവിടെ ഡെൽ സ്ക്വയർ ഇ ഇത്രയും ടേം സീറോ ആയിട്ട് പോകും. ഇവിടെയും സീറോ ആയിട്ട് പോകും. ബാക്കി നമുക്ക് എന്തേ ഉള്ളൂ? ഇവിടുത്തെ മൈനസും ക്യാൻസൽ ആവും. ഇവിടുത്തെ മൈനസും ഈ ഒരു മൈനസ് ക്യാൻസൽ ആവും. അതുപോലെ തന്നെ ഇവിടുത്തെ മൈനസും ഈ ഒരു മൈനസ് എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. ബാക്കി നമുക്കുള്ള വാല്യൂസ് എന്താണ്? ദാറ്റ് ഈസ് ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ എന്നും ഡെൽ സ്ക്വയർ ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ബി ബൈ ഡോ ടി സ്ക്വയർ എന്നും എന്ത് ചെയ്ത് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് എന്ത്? ഇപ്പൊ നമ്മൾ എഴുതിയ ഈ രണ്ട് ഇക്വേഷൻസിനെ പറയുന്ന പേരാണ് വേവ് ഇക്വേഷൻ എന്ന് പറയും. കാരണം നമുക്ക് ഇവിടെ കിട്ടിയ ഫോം നോക്കുക. കിട്ടിയ ഫോം നമ്മൾ നേരത്തെ വേവ്സിനെ പഠിച്ചു അതേ ഫോമാണ്. ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ കിട്ടിയ ഇക്വേഷൻ. ഇവിടെ എഴുതാം ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ സീറോ എപ്സിലോൺ സീറോ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. ഇതാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമ്മൾ വേവ് ഇക്വേഷൻ ആയിട്ട് ഫസ്റ്റ് ഓർഡർ വേവ് ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യാം. ഓക്കെ, ഇവിടെ ഡെൽ കിടക്കുന്നുണ്ട് ഒരു തേർഡ് ലൈൻസ്. ഓക്കെ, രണ്ടും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരു വേവ് ഇക്വേഷൻ ആയിട്ട് എന്ത് ചെയ്യുക? കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡെൽ സ്ക്വയർ എഫ് ഈസ് ഈക്വൽ ടു 1 ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ. അത് എഫിന്റെ ഡെൽ സ്ക്വയർ ഇവിടെ ഡോ സ്ക്വയർ എഫ്. അതേപോലെ കിടക്കുന്നത് ഡെൽ സ്ക്വയർ ഇ ഡോ സ്ക്വയർ ഇ ബൈ ഡോ ടി സ്ക്വയർ. അപ്പോൾ അതാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇതെന്താണ്? ഇത് നമ്മൾ 3 ഡയമെൻഷണൽ വേവ് ഇക്വേഷന് സിമിലർ ആണ്. അവിടെ 1 ബൈ വിക്ക് പകരം എന്ത് കിടക്കുന്നുണ്ട്? ഈ 1 ബൈ വിക്ക് പകരം അവിടെ കിടക്കുന്ന ടേം ആണ്. 1 ബൈ വി സ്ക്വയറിന് പകരം നമുക്ക് കിടക്കുന്ന ടേം ആണ് മ്യൂ സീറോ എപ്സിലോൺ സീറോ ടേം. അപ്പോൾ നമുക്ക് v എന്തെടുക്കാം? ലെറ്റ്സ് v is equal to 1 by root of mu 0 epsilon 0 എന്ന് കിട്ടും. ഓക്കെ, അതായത് v എന്ന് വെച്ചാൽ വേവിന്റെ വെലോസിറ്റി ആണ് പറയുന്നത് കേട്ടോ. v എന്ന് ഉദ്ദേശിക്കുന്നത് വേവിന്റെ വെലോസിറ്റി ആണ്.
അപ്പൊ നമുക്കിപ്പോ എന്ത് കിട്ടി? നമുക്കിവിടെ കിട്ടിയ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും വാക്യൂത്തില് ഒരു വേവ് ആയിട്ട് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്ത് പോകുന്നതാണ് ഈ ഒരു റിലേഷൻ കിട്ടിയത്. ഇതിപ്പോ ഇലക്ട്രിക് ഫീൽഡിന്റെ കേസ്, മറ്റൊന്ന് മാഗ്നറ്റിക് ഫീൽഡിന്റെ കേസ്. ഇനി അത് പെർപെൻഡിക്കുലർ കമ്പോണന്റിനൊക്കെ നമുക്ക് പിന്നീട് പ്രൂവ് ചെയ്യാം. ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്താണ്? ഇതിപ്പോ ഒരു വേവ് ആയിട്ട് വാക്യൂത്തിൽ കൂടി പോകുന്നു. ഇനി ഇവരുടെ സ്പീഡ് കണ്ടുപിടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മ്യൂവിന്റെ വാല്യൂ അറിയാം, മ്യൂ സീറോയുടെ വാല്യൂ അറിയാം, എപ്സിലോൺ സീറോയുടെ വാല്യൂ അറിയാം. അപ്പൊ ഈ രണ്ട് വാല്യൂസ് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 2.9 9 into 10 raised to 8 meter per second കിട്ടും. നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് 3 into 10 raised to 8 meter per second കിട്ടും. അതായത് സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് കാരണം ലൈറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് കിട്ടിയ വേവ്സ്, രണ്ട് വേവ്സ് എങ്ങനെയായിരിക്കും പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നത്? അതും ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതും എന്താണ്? അതിന്റെ സ്പീഡ് ഓഫ് ലൈറ്റിന് തുല്യമാണ്. This means E and B propagate in the space with the speed of light. Thus Maxwell's equation prove that light waves are electromagnetic in nature. അപ്പോൾ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈറ്റ് വേവ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും? മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചുകൊണ്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ രണ്ട് കണ്ടീഷൻസ് ആണ് പ്രൂവ് ചെയ്തത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രണ്ട് വേവ്സും എന്ത് ചെയ്ത് അല്ലെങ്കിൽ രണ്ട് ഫീൽഡും വേവ്സ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ മാക്സ്വെൽസ് ഇക്വേഷൻ വെച്ചുകൊണ്ട് ലൈറ്റ് ഒരു വേവ് എനർജി എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചാൽ എന്ത് ചെയ്യാം? അത് ഈ ഒരു ടോപ്പിക്ക് ചോദിക്കത്തില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു ഡെറിവേഷൻ വെച്ച് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം രണ്ടിന്റെ വെലോസിറ്റി എന്താണ് നമുക്കിവിടെ ഇക്വലന്റ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നോക്കിയാൽ. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. ഇയും വിയും ഫ്രീ സ്പേസിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രീ സ്പേസ് ബി is equal to mu 0 h എന്നാണ്. ഈ സീറോയും ബി സീറോയും ആംപ്ലിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ ദെൻ നമുക്ക് എന്ത് ചെയ്യാം? ബി സീറോ is equal to E സീറോ ബൈ സി എന്ന് എടുക്കാൻ പറ്റും. കാരണം അത് നമ്മുടെ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് വെച്ച് കമ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു റേഷ്യോ പറഞ്ഞാൽ ദിസ് റേഷ്യോ ഹാസ് ദ ഡയമെൻഷൻ ഓഫ് ഇംപിഡൻസ്, അത് നമ്മൾ ഇൻട്രിൻസിക് ഇംപിഡൻസ് എന്ന് പറയും. അതായത് ആ ഒരു മീഡിയം പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു റെസിസ്റ്റൻസ്, ആ മീഡിയത്തിന് ആ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ മീഡിയം അല്ല, ആ വേവ്സ് ഇറ്റ്സെൽഫ് ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിസ്റ്റൻസ് ആണ് എന്ത്? ഇൻട്രിൻസിക് ഇംപിഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് നോക്കേണ്ടത്. ബാക്കി സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.